പ്രിയപ്പെട്ടവരെ, അങ്ങനെ കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തി. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കിയത് നവകേരള സൃഷ്ടിയിലെ നാഴികക്കല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1000 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. ഒരിടത്തും പട്ടിണിയില്ലെന്നുറപ്പാക്കി. എല്ലാ മേഖലയിലും നേട്ടങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് കേൾക്കാം. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. നവകേരള നിർമ്മിതിയുടെ ഒരു പ്രധാന നാഴികക്കല്ല് കൂടി നാം പിന്നിടുകയാണ്. എന്നാൽ ഇത് അവസാനമല്ല, പുതിയ തുടക്കമാണ്. അതിദാരിദ്ര്യം വീണ്ടും തലപൊക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള നമ്മുടെ യാത്ര കൂടുതൽ ഊർജ്ജസ്വലമായി തുടരുമെന്ന പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെയെല്ലാം സാക്ഷി നിർത്തി കേരള ജനതയെ അറിയിക്കുന്നതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. അതേസമയം സർക്കാരിൻ്റേത് പൊളിഞ്ഞ വാഗ്ദാനങ്ങളാണ്, പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നിയമസഭാ സമ്മേളനം പ്രഹസനമെന്നും കേരളത്തിനുള്ള സഹായം തടയാൻ കേന്ദ്രം ആയുധമാക്കുമെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാണ്. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി ഇത് മാറിയത്? ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. ഇപ്പം കേന്ദ്രത്തിൻ്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രരില്ലാത്ത സ്ഥിതിയാവോ? അപ്പോൾ എന്ത് പ്രഖ്യാപനമാണ്? തെരഞ്ഞെടുപ്പിൻ്റെ തലേയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന PR പ്രൊപ്പഗാൻഡയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇത് സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സഭയ്ക്കുള്ളിലോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോരുമുണ്ടായി. ശുദ്ധ തട്ടിപ്പാണ് പ്രഖ്യാപനമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ തട്ടിപ്പെന്ന് പറയുന്നത് സ്വന്തം ശീലം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്നൊരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ്. സർ, ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട്. ഇപ്പോൾ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും. അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. റോഷിയുണ്ട് തത്സമയം. റോഷി, ഇന്ന് കേരള ദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം നമ്മൾ കേട്ടു. അതിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനവും നമ്മൾ കണ്ടു. പ്രതിപക്ഷം ഈ പ്രഖ്യാപനം കേൾക്കാതെ തന്നെ ബഹിഷ്കരിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണോ? അതിന് കാരണമായി പറഞ്ഞത്, ഒന്ന്, ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട്, 2, ഈ പ്രഖ്യാപനം പൊള്ളയാണെന്ന് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്. സഭയിൽ പ്രതിരോധിക്കാതെ പുറത്ത് പ്രതിപക്ഷം എന്തുകൊണ്ടായിരിക്കും പ്രതിഷേധിച്ചത്? റോഷി. അരുൺകുമാർ, സഭാ സമ്മേളനം തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല, പുറത്ത് സമരം തുടരുകയാണ്. ഈ സാഹചര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തേത്, ഈ പൊതു അവധി ദിവസം സഭാ സമ്മേളനം വിളിച്ചപ്പോൾ ഈ കാര്യം പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തില്ല, അത് ചട്ടവിരുദ്ധമാണ്. ഈ അതിദാരിദ്ര്യ പ്രഖ്യാപനം മാത്രം നടത്തി പ്രതിപക്ഷ നേതാവിനോ കക്ഷി നേതാക്കൾക്കോ സംസാരിക്കാൻ അനുമതിയില്ലാത്ത സാഹചര്യത്തിൽ ബഹിഷ്കരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. അതാണ് പ്രതിപക്ഷം ഇന്ന് UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. പ്രതിഷേധമറിയിച്ച് ഇറങ്ങിപ്പോയി പുറത്ത് ഈ പ്രഖ്യാപനത്തെ തുറന്നുകാട്ടുക, അതിനെതിരെയുള്ള ആരോപണങ്ങൾ പ്രചരിപ്പിക്കുക എന്നതിനെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതാണ് നിയമസഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞത്.
ഒന്ന്, അതിദാരിദ്ര്യ മുക്തം കേരളമല്ല ഇപ്പോഴുള്ളത്, അത് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ അതിന് കാരണമായി ഒട്ടേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം തന്നെ കേന്ദ്ര സഹായം ഉൾപ്പെടെ ഭാവിയിൽ നഷ്ടമാകും സർക്കാരിന്റെ ഈ തീരുമാനം കൊണ്ട് എന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. അത് വിമർശനമായി ഉയർത്തി ഇനി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വാദപ്രതിവാദത്തിന് വഴിയൊരുക്കുക ഒരുപക്ഷെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന ഈ പ്രഖ്യാപനമായിരിക്കും. ഇതിനെ എതിർത്തുകൊണ്ടുള്ള പ്രചാരണങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ ഭരണപക്ഷവും അത് പ്രചരിപ്പിക്കും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറഞ്ഞ പ്രഖ്യാപനം എങ്ങനെ അത് പൊള്ളത്തരമാണെന്ന് കേരളത്തിൽ തെളിയിക്കേണ്ടി വരും. അതിന് അതിദരിദ്രരായ പട്ടിണി ഉണ്ടെന്ന് കേരളത്തിൽ തെളിയിക്കേണ്ടി വരും. അങ്ങനെ ആളുകളുണ്ടെന്നും അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടെന്ന് തെളിയിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രതിപക്ഷം അങ്ങനെയെങ്കിൽ ഏറ്റെടുക്കേണ്ടി വരും. സർക്കാർ പറയുന്നത് 1000 കോടി രൂപയിലേറെ ചെലവഴിച്ചാണ് ഇങ്ങനെ അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ മാറ്റിയത്. അത് കൃത്യമാണ്. അത് വാർഡ് സഭയിലടക്കം അതിന്റെ പട്ടിക പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. സർക്കാരിന്റെ ഈ LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ പദ്ധതി പ്രഖ്യാപിക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി അത് നടപ്പിലാക്കുന്നു. പൂർണ്ണ തോതിലേക്ക് എത്തി. അതിന് തൊട്ടുപിന്നാലെ അത് നിയമസഭയിൽ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് നിയമസഭയിൽ തന്നെ ഇത് പ്രഖ്യാപനം നടത്തുന്നത്. വൈകിട്ട് സഭയ്ക്ക് പുറത്ത് വലിയ പരിപാടിയായി തന്നെ ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം സർക്കാർ നടത്തുന്നുമുണ്ട്. എന്തായാലും ഇതിൽ പ്രതിപക്ഷം ഈ വാദത്തിലും ആരോപണത്തിലും ഉറച്ചു നിൽക്കും. ഇക്കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള സർക്കാരിന്റെ മറുപടി എന്ന് കാത്തിരിക്കാം. അരുൺകുമാർ. ഓക്കെ, ഇപ്പോൾ സർക്കാർ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള PR വർക്കാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രചരണം വരുന്നത്. ഇത് പൊള്ളയായ കാര്യങ്ങളാണ്, ശുദ്ധ തട്ടിപ്പാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് പ്രതിപക്ഷം പറഞ്ഞതിനുള്ള മറുപടി നമുക്ക് ഭരണപക്ഷത്ത് നിന്ന് കേൾക്കുകയും വേണം. ഇന്ന് വൈകുന്നേരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ പരിപാടിയുണ്ട്, വലിയ പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഇന്ന് ചലച്ചിത്ര താരങ്ങളടക്കമുള്ളവരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്.